1890-ൽ ഇന്ത്യാനയിൽ ജനിച്ച 6-ാം വയസ്സ് തൊട്ട് തന്നെ കുക്കിംഗ് ചെയ്യാൻ പഠിച്ചു. പക്ഷേ ടീനേജിൽ തന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടും 17-ാം വയസ്സിന് മുമ്പ് തന്നെ US ആർമിയിൽ നിന്ന് പുറത്താകേണ്ടി വന്ന ഒരു മഹാനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? KFC എന്ന് പറയുന്ന ഒരു വലിയ സംരംഭം വരുന്നതിന് മുമ്പ് കേണൽ സാൻഡർ എന്തൊക്കെ സ്ട്രഗിൾസാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അറിയണ്ടേ? അതെ, പറഞ്ഞു വരാം. ഫസ്റ്റ് 16-ാം വയസ്സിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷേ 16-ാം വയസ്സിൽ ഈ റെയിൽവേ ട്രാക്കിലുള്ള മെറ്റൽസ് പെറുക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ കൂടെ ഉള്ള വർക്കേഴ്സുമായിട്ട് ഉള്ള കോപ്പറേഷൻ തെറ്റായത് കൊണ്ടും അത് ശരിയല്ലാത്തത് കൊണ്ടുമാണ് ആ ജോലിയിൽ നിന്ന് പുറത്താകേണ്ടി വന്നു. രണ്ടാമതായിട്ട് ഇൻഷുറൻസ് കമ്പനീസിൽ ജോലി ചെയ്തു, ഇൻഷുറൻസ് വിൽക്കാനായിട്ട്. പക്ഷെ ഒരുപാട് ആ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കുറേ കോമ്പറ്റീറ്റേഴ്സും പ്രശ്നങ്ങളും വന്നത് കാരണം അതും ജോലി കളയേണ്ടി വന്നു. അതിനുശേഷം ഈ ഓയിൽ ലാംപ്സ് വിൽക്കാൻ തുടങ്ങി. ഈ റൂറൽ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഓയിൽ ലാംപ്സ് വിൽക്കാൻ തുടങ്ങിയത്. പക്ഷെ അവിടെയും ഇലക്ട്രിസിറ്റി വന്നത് കാരണം ആ ജോലിയും പോകേണ്ടി വന്നു. അടുത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ കുക്കിംഗ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. 6-ാം വയസ്സ് തൊട്ട് തന്നെ കുക്കിംഗ് പഠിക്കുന്നുമുണ്ട്, ചെയ്യുന്നുമുണ്ട്, ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന്. അതുകൊണ്ട് ചിക്കൻ വന്നിട്ട് പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ റെസിപ്പീസ് യൂസ് ചെയ്ത് തട്ടുകട പോലെ ഇട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ചിക്കൻ അവിടുത്തെ ആൾക്കാർക്കൊക്കെ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ റെസിപ്പി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ റെസിപ്പി എല്ലാവരെയും കാട്ടി യൂണിക്കായിട്ടിരിക്കുകയും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അതും കുറച്ച് കാലം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം അതിനും വന്നിട്ട് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് തോന്നി, എന്തുകൊണ്ട് ഞാനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തുകൂടാ, ഒരു സ്റ്റാർട്ടപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്തുകൂടാന്നായിരുന്നു. അങ്ങനെയാണ് ഈ KFC എന്ന് പറയുന്നത്. KFCയുടെ ഫുൾ ഫോം തന്നെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ ആണ്. അവിടെ ഫ്രൈഡ് ചിക്കൻ ആണ് യൂസ് ചെയ്തിരുന്നത്. ഫ്രൈഡ് ചിക്കൻ ആണല്ലോ നമുക്ക് KFCന്ന് മോസ്റ്റായിട്ട് കിട്ടുന്നത്. അതിൽ ഒരുപാട് കുക്കിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തു, റെസിപ്പീസ് യൂസ് ചെയ്തു. പല ആൾക്കാർക്ക് അത് ഹെൽപ്ഫുള്ളായി, ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പല ഇടങ്ങളിൽ അവരുടെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം കുറേ ആൾക്കാർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസിങ് ചെയ്യാൻ തുടങ്ങി. ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഓണറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ കമ്പനിയുടെ പേര് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ എടുത്ത് പലയിടങ്ങളിൽ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ ഈ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ സംരംഭം ഓപ്പണായി. ഒരുപാട് പേർക്കിഷ്ടമായി. ഇന്ന് വളരെ ചെറിയ ഇടങ്ങളിൽ പോലും ഈ KFC എന്ന് പറഞ്ഞ കമ്പനി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എവിടെയും ഈവൻ ഇപ്പോൾ റൂറൽ ഏരിയാസിൽ പോലും, വില്ലേജ് ഏരിയാസിൽ പോലും ഈ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള KFC ഉണ്ടല്ലോ. അതെ, വളരെ കൊച്ചു പിള്ളേർക്ക് പോലും വളരെ ഇഷ്ടമാണ്. പക്ഷെ 6 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് അവിടെ നിന്ന് മേടിച്ച് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. കാരണം അവരുടെ റെസിപ്പീസ് അത് ആ കുട്ടികൾക്ക് ചേരില്ല. നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് എന്താണ് പ്രചോദനം ആയത്? വളരെ ലേറ്റായെങ്കിലും അവസാനം ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും വളരെ ഫേമസായി 10 പേർക്ക് നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതും പിന്നെ ഭയങ്കര റിച്ച് ആകാനും ഇതിൻ്റെ കൂടെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു.